ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നുകൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുരച്ചോണ്ട് വരുന്ന പട്ടി കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്നില്ല എന്ന് പറഞ്ഞ അവർ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മുമാളും നിന്റെ കയ്യിലാ. അവരോടൊന്ന് മയത്തിൽ നിന്നാ നിനക്ക് ബാബാ പ്രദേശന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട. നന്നായിട്ട് വായിച്ചു പഠിക്കുക. എന്ത് പണ്ടാരെങ്കിലാവട്ടെ. ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നുമല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിയിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും. മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബപ്പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ്? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം വേണ്ട ഉറച്ച വട്ടാണ്. ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. മോള് മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡോക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയും ബഹളം ഉണ്ടാക്കുവോ? ഇഷ്ടം പറഞ്ഞ എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം. കാണാനും കുറച്ച് ഭംഗിയുണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമചന്ദ്രന്? അതെ. നീ എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ ഡ്രൈവറെ ഞാൻ എന്റെ മരുമകനാക്കണം അല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. എനിക്കിനി വേറെ വിവാഹം ആലോചിക്കണ്ട. അനിയൻ അറിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല. ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പുന്നാരിച്ചാ തെറ്റായി പോയത്. വേണ്ടാതിനം പറഞ്ഞാണ്ടല്ലോ, തള്ളയില്ലാത്തതാണെന്നൊന്നും ഞാൻ കരുതൂല. കൊത്തി തുറക്കും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച അവര് വരും. ഇനി നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിൽ ആ കല്യാണം നടക്കും. നിന്റെ മനസ്സിലുള്ളതും കളഞ്ഞരെ. ഇല്ല, അത് കഴിയില്ല. ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമേന്ദ്രനായി മതി. പ്രേമചന്ദ്രൻ മിണ്ടി പോകരുത് നായിന്റെ മോളെ. കഞ്ഞിക്ക് വകയില്ലാത്ത തെണ്ടിപ്പെട്ടി തന്നെ വേണോ അല്ലേടി നിനക്ക്? അതിലും ഭേദം നിന്നെ വല്ല കുളത്തിലോ കിണറ്റിലോ കെട്ടിത്താക്കുന്നതാ. എന്താ ഭേദം വെച്ച് അച്ഛനത് ചെയ്തു. എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്. ചേട്ടനെങ്ങാനും പറഞ്ഞ നിന്നെ കൊന്നുകളയും. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? മോളെ, നിനക്ക് എന്താടി പറ്റിയത്?
ആർക്കും വേണ്ടല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എടോ ഈശ്വരപിള്ളേ, എന്താ മുതലാളി? വാടോ. ആ വാതിലടച്ച് കുറ്റിയിട്ടെ. എന്തിനാ? ആ വാതിലടച്ച് കുറ്റിയിടാൻ. ഓ, വാതിൽ തുറക്ക. എടി വാതിൽ തുറക്ക. ഇല്ല, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കിടക്കും. ഇവിടെ കിടന്ന് ചാകും. എന്നാ ചത്തോടി. നിന്റെ ശവെടുക്കല് മുമ്പേ ഞാൻ അവനെ കണ്ടേച്ചു വരട്ടെ. ആ നായിന്റെ മോനെ ഇന്ന് ഞാൻ. അച്ഛാ, അയാൾ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ അച്ഛൻ പോകുന്നെങ്കിൽ അയാളോടൊപ്പം ഞാനും ഇറങ്ങി പോകും. അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? മോളിറങ്ങി പോവോ? മുതലാളി എന്താ ഈ പറയണത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേമേന്ദ്ര അത്രക്കാരനല്ല. എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അവൻ ചെയ്ത് മഹാ തെറ്റായി പോയി. ഞാൻ അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എവിടെങ്കിലും പോയി തൊലയട്ടെ. ചേട്ടമ്പാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ. മുതലാളി അവനൊന്നും ചെയ്യരുത്. അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും. അവനൊരു പാവ. അവൻ പാവാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത്. എന്റെ മോക്കടെ ഇഷ്ടം അതാണെങ്കിൽ എങ്കിൽ മുതലാളി ഈ ജമ്മത്തി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും. അവൻ നല്ലവനാ. ഇത്തിരി കാശിന്റെ കുറവുള്ളൂ. അതൊന്നും സാരമില്ലടോ. എന്റെ മോക്കടെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ. താൻ വാതിൽ തുറക്ക്. അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം. ശരി മുതലാളി. എന്താ ചേട്ടൻ വല്ലത് പറഞ്ഞ? ഇവൻ കൊണ്ടുവന്നില്ല ആ പന്നിടുമ്പൻ ഡ്രൈവർ. അവൻ നമ്മുടെ കുടുംബത്തെ കയറി പ്രേമിക്കാൻ മാത്രമായ. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവള് നിന്നോടും പറഞ്ഞാന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. അവനെ അല്ലാതെ വേറെ ആരെ അവള് കെട്ടൂലെന്ന്. നിന്നോട് പറഞ്ഞ പോലെ എന്റെ മുഖത്ത് നോക്കി അവൾ എന്നോടും പറഞ്ഞ്. അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. ആഹാ, ഇതും കേട്ടാണ്ട് ചേട്ടൻ ഇവിടെ കുശലം പറഞ്ഞാണ്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങിയേട്ട ആ നായിന്റെ മോന്റെ കടയിൽ നിന്ന് നിൽക്കണം. നിക്കടാ. ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇവിടുത്തെ ഡ്രൈവറെ നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. ഇവിടെ വരെ തുപ്പട്ടടാ. ഒരു വട്ടപൂജ്യത്തിൽ നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത്. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം? ഇപ്പോഴാണോടാ എഴുന്നേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മീൻകെട്ടിൽ കാവലി കിടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്. രാത്രി മുഴുവൻ കാവല്, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമവും അല്ലേടാ? എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടമ്പാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മുതലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല. പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹ! എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ. നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വാ. അവരെല്ലാം സുഖമില്ലാതെ കിടപ്പില്ല. യാത്ര ചെയ്യാൻ പറ്റില്ല. ആ, എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം. വേഗം കുപ്പായം മാറ്റി വാ.